ഹായ് ഗൈസ്, ദിസ് ഇസ് മീ ഷഹാന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കിഡ്സ് റൂമിലോ അല്ലെങ്കിൽ നമ്മളൊരു മാസ്റ്റർ ബെഡ്റൂമിലൊക്കെ നമ്മളൊരു സ്റ്റഡി യൂണിറ്റ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റഡി യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ ആദ്യം നമ്മുടെ ബേസിക് ടൂൾ എടുത്ത് ലൈൻ വരയ്ക്കുക. നമ്മൾ ടോപ്പ് പാനലാണ് ആദ്യം വരയ്ക്കുന്നത്. ഒരു 1200 mm ഞാൻ സ്റ്റഡി യൂണിറ്റിൻ്റെ ലെങ്ത് കൊടുക്കുന്നത്. 36 mm ഡെപ്ത് ആണ്, തിക്നെസ് ആണ്. നമുക്ക് ടോപ്പ് പാനലിൻ്റെ തിക്നെസ് ആയിട്ട് വരുന്നത് 36 mm തിക്കിലാണ്. ഇനി നമുക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് ടോപ്പ് പാനൽ മുതൽ ഫ്ലോർ വരെ നമുക്ക് 750 mm ഹൈറ്റ് വേണം. നമ്മൾ ഓൾറെഡി ടോപ്പ് പാനൽ 36 കൊടുത്തത് കൊണ്ട് അവിടുന്ന് നമുക്ക് 750 - 36 ചെയ്യുമ്പോൾ 714 mm നമുക്ക് മതി. 714 mm നമ്മൾ താഴത്തേക്ക് ലെഗ് വരച്ചു. ഇനി ഈ സെയിം ലെഗ് നമുക്ക് അപ്പുറത്തും വേണം. നമ്മൾ ജസ്റ്റ് മിറർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളപ്പോൾ സ്റ്റഡി യൂണിറ്റിൻ്റെ ഒരു എലിവേഷനായി. ഇനി എനിക്ക് ഇതിനകത്ത് സ്റ്റോറേജ് യൂണിറ്റും കൂടെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഞാനൊരു 450 ലെങ്ത്തിലാണ് ഒരു സ്റ്റോറേജ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നമുക്കിവിടെ ഇരിക്കാനുള്ളൊരു സ്പേസ്, അതായത് നമുക്ക് കസേര കയറ്റിയിട്ടിരിക്കാൻ നമുക്കൊരു 600 mm എങ്കിലും വേണം. നമുക്കിവിടെ 678 mm ഉണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കസേര കയറ്റിയിട്ടിരിക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ സ്റ്റോറേജ് യൂണിറ്റിൽ ഒരു ഡ്രോയറും ഒരു ക്യാബിനറ്റും ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ക്യാബിനറ്റിന് നമ്മളിവിടെ ഒരു ഡമ്മി പ്രൊവൈഡ് ചെയ്യണം. ഡമ്മി പ്രൊവൈഡ് ചെയ്താലാണ് നമുക്ക് ആ ക്യാബിനറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുക. ഇനി എനിക്കൊരു 177 എനിക്കൊരു ഡ്രോയറും വേണം. ആ ഡ്രോയർ ഞാനിവിടെ കൊടുത്തു. ഇനി ഇതിപ്പോൾ ഒരു ഔട്ടർ, അതായത് ഒരു സ്റ്റഡി യൂണിറ്റിൻ്റെ എലിവേഷനായി. ഇനി ഇതിൽ 2 ഹാൻഡിൽസും കൂടെ എനിക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഹാൻഡിൽസും കൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ ഒന്ന് ഇടാം. എപ്പോഴും നമ്മൾ ഡയമെൻഷൻസ് ഒക്കെ ഇട്ട് വേണം നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കാനാണെങ്കിലും നമ്മൾ പ്രൊഡക്ഷന് വിടാനാണെങ്കിലും ചെയ്യേണ്ടത്. ഡയമെൻഷൻസ് ഇട്ടാലാണ് ചെയ്യുന്ന വർക്കേഴ്സിനാണെങ്കിലും ക്ലയൻറ്റിനാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ക്ലാരിഫിക്കേഷൻ വരുള്ളൂ. ഇന്നർ ഡയമെൻഷൻസും ഒക്കെ നമ്മൾ കറക്റ്റിന് ഇട്ട് കൊടുക്കുക. ടോട്ടൽ ഹൈറ്റും കൂടെ നമുക്കൊന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കാം, ഡയമെൻഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡി യൂണിറ്റിൻ്റെ എലിവേഷൻ. ഇനി നമുക്കൊരു സെക്ഷൻ എലിവേഷനും കൂടെ വരയ്ക്കാം. അപ്പോൾ നമുക്ക് സെക്ഷൻ എലിവേഷൻ എങ്ങനെ വരയ്ക്കും? ആദ്യം ഇത് നമ്മൾ ഡയറക്റ്റ് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് വെച്ച് അതിൽ തന്നെ വരയ്ക്കാം. ഡയമെൻഷൻസ് ഒക്കെ കിടന്നാലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. കാരണം ഡിലീറ്റ് ചെയ്ത് വരയ്ക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ. എല്ലാം കൂടെ ജങ്ക്ഡ് ആയിട്ട് ഇരിക്കേണ്ട, നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് വരയ്ക്കാം. അപ്പോൾ ഓരോ 18 mm തിക്കിൻ്റെ പാനലാണ് ഈ 36 mm എന്ന് പറഞ്ഞ് വരിക. അതായത് 36 mm ഒറ്റ പ്ലൈ ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 16 mm പ്ലൈയിൽ 2 സൈഡിൽ ലാമിനേറ്റ് ഒട്ടിച്ചാണ് നമുക്ക് 18 mm ആവുന്നത്. അതുപോലെ നമ്മൾ 18 mm 2 പ്ലൈ ചെയ്തിട്ടാണ്, 2 പ്ലൈ വെച്ച് ഒട്ടിച്ചിട്ടാണ് നമുക്ക് 36 mm ആക്കുന്നത്. അപ്പോൾ നമ്മൾ 18 mm സെക്ഷൻ എലിവേഷനിൽ 18 mm തിക്നെസ് ഉള്ള 2 പ്ലൈ കാണാൻ പറ്റും. അത് രണ്ടും നമ്മൾ കൊടുത്തു. ഈ ഹാൻഡിൽസും കൂടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സെക്ഷൻ എലിവേഷനിൽ ഹാൻഡിൽസ് കാണില്ല. ഇനി നമുക്ക് 18 mm തിക്നെസ്സിൻ്റെ ഈ സ്റ്റോറേജ് യൂണിറ്റിൽ 2 പാനൽസും കൂടെ വരും. 18 mm തിക്കിൻ്റെ 2 പാനൽസും കൂടെ വരും. ഇനി നമുക്ക് 18 mm ഈ ഡ്രോയറും ക്യാബിനറ്റും കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു പാനൽ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ഒരു ഡമ്മി പീസ് വരുന്നുണ്ട്. ആ ഡമ്മി പീസ് നമുക്കൊരു റെക്റ്റാങ്കിൾ എടുത്ത് ഇവിടെ വരച്ചു കൊടുക്കാം. ഡമ്മി പീസ് വേറെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊരു പാർട്ടീഷൻ വേണമെങ്കിൽ കൊടുക്കാം. ആസ് പെർ നമ്മുടെ ഡിസൈൻ കൺസേൺ അനുസരിച്ച് നമുക്ക് പാർട്ടീഷൻ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരൊറ്റ ക്യാബിനറ്റായിട്ട് തന്നെ കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡ്രോയറിൻ്റെ സ്പേസിൽ ഒരു സി ഷേപ്പ് പോലെ, അതായത് താഴെ നിന്ന് മേളിലേക്ക് ഇരിക്കുന്ന പോലത്തെ ഒരു സി ഷേപ്പ് കൂടെ വേണം. നമ്മൾ ഡ്രോയർ തുറക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടെ 2 പാനൽസും ആ 2 പാനൽസിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാനലും കൂടെ വേണം. അപ്പോൾ ഇവിടെ 2 പാനൽസ് വരയ്ക്കാൻ ഞാൻ ഇവിടെ ഒരു 14 mm ഞാൻ വിടുന്നുണ്ട്. നമുക്ക് ഡ്രോയർ സ്ലൈഡേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഞാനൊരു 14 mm വിടുന്നുണ്ട്. ഇനി മേളൊരു പാനൽ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു പീസും കൂടെ ഉണ്ടാവും. ആ പീസും കൂടെ നമുക്ക് വരയ്ക്കാൻ 18 mm ആ ഒരു പീസും കൂടെ നമ്മൾ വരച്ചു. അത് മേളിലുണ്ടാവും. ഇനി നമുക്ക് ഇവിടുത്തെ ഈ 14 mm കഴിഞ്ഞിട്ട് നമുക്കൊരു 18 mm കൂടെ വരുന്നുണ്ട്. ആ 18 mm കൂടെ നമുക്ക് 2 പാനൽസ് വരയ്ക്കാം. $18 mm നമ്മൾ 2 പാനലും കൂടെ വരച്ചു. ഇനി അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു പീസ് ഉണ്ട്. അവിടെ നിന്ന് ഒരു 7 or 6 വിട്ടിട്ട് വേണം നമുക്ക് വരയ്ക്കാൻ. ഞാനിവിടെ 7 വിടുന്നുണ്ട്.
ആ ഡ്രോയറിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമ്മളത് ചെയ്യണം. ഞാനിവിടെ 7 വിട്ടിട്ട് 2 പാനൽസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എൻ്റെ 177 ആയതുകൊണ്ട് ഒരു 126 അല്ലെങ്കിൽ ഒരു 127 ഹൈറ്റിൽ മതിയാവും എനിക്ക് 2 പാനൽസ്. അപ്പോൾ നമ്മൾ 126 ഹൈറ്റിലൊരു 2 പാനൽസ് ചെയ്തു. ഇനി ഈ പാനൽസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാനലും കൂടെ വേണം. അതിന് ഈ 2 പാനൽസ് ഇത് സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ അത് ഗ്രൂവ് ചെയ്ത് ചെയ്യാൻ. ഇത് രണ്ടും ഗ്രൂവ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇവിടെ നിന്നൊരു 10 വിടുന്നുണ്ട്. ഇവിടെ നിന്നൊരു 10 or 8 ഒക്കെ വിട്ടാൽ മതിയാവും. 10 വിട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇവിടെ ഞാൻ കൊടുക്കുന്നത് 6 mm തിക്നെസ് ഉള്ള പ്ലൈ ആണ്. അത് 2 സൈഡിൽ ലാമിനേറ്റും കൂടെ ഒട്ടിക്കുമ്പോൾ 8 mm ആവും. അപ്പോൾ 8 mm തിക്കിനുള്ള ഒരു പീസിൻ്റെ പാനലാണ് ഇവിടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. എപ്പോഴും ഡ്രോയറിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് 8 mm or 10 mm ഒക്കെ മതിയാവും. 8 mm ആണ് നമ്മൾ സാധാരണ പ്രൊവൈഡ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ആ ഒരു C ഷേപ്പ് കിട്ടി, ആ ഡ്രോയറിൻ്റെ ആ ഷേപ്പ് കിട്ടി. നമുക്കിനി ഇവിടെ പാനൽസ് ഒന്നുമില്ല, എന്നാലും നമ്മൾ സെക്ഷൻ എലിവേഷൻ നോക്കുമ്പോൾ അവിടെ ഒരു ഇതുണ്ടാവും. നമുക്ക് വേറൊരു കളറിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്ഷൻ എലിവേഷനും നമുക്കായി. ഇവിടെ നമുക്ക് ലെറ്റ് കൊടുക്കാം, ഇല്ല കൊടുക്കണ്ട, ആസ് പെർ നമ്മുടെ ഡിസൈൻ നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഡയമെൻഷൻസ് കൂടെ മാർക്ക് ചെയ്യാം. നമ്മൾ ഇന്നർ ഡയമെൻഷൻസും എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഏത് ബെഡ്റൂമിലാണ് നമ്മൾ വെക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിവിടെ ഒരു ബോക്സിൽ നമുക്ക് ഏത് പ്ലൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏത് ആക്സസറീസ്, അതായത് ഹിഞ്ചസും സ്ക്രൂസൊക്കെ നമ്മൾ ഏതിൻ്റെയാണ്, ഏത് കമ്പനിയുടെയാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ലാമിനേറ്റ് ഏത് കളർ ലാമിനേറ്റ് ആണ്, ഏത് ടൈപ്പ് ലാമിനേറ്റ് ആണ്, അല്ലെങ്കിൽ ഏത് പ്ലൈ ആണ് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്കൊരു ബോക്സിൽ ഇവിടെ കൊടുക്കാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പം നമുക്ക് ഇവിടെ ഏത് റൂമിലാണെന്നുള്ളത് നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം. പിന്നെ നമ്മൾ ഏത് ഹാൻഡിൽസാണ് കൊടുക്കുന്നതെന്ന് ഇവിടെ ഞാൻ കൺസീൽഡ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രോസ്റ്റി വൈറ്റിൻ്റെ ലാമിനേറ്റാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻസൈഡ് ലാമിനേറ്റ് ലിനനാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇൻസൈഡ് ലാമിനേറ്റ് കൊടുത്തു. പിന്നെ ഹെറ്റിച്ചിൻ്റെ സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസും സ്ലൈഡേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ 16 mm ഹൈ ഗ്രേഡ് മറൈൻ പ്ലേ ഇവിടെ കൊടുക്കുന്നത് 710 BWP. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് മെൻഷൻ ചെയ്യാൻ. എപ്പോഴും നമ്മൾ ഡ്രോയിങ്സ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസും കൂടെ മെൻഷൻ ചെയ്താൽ ക്ലയൻസിനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, ചെയ്യുന്ന ആൾക്കും എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നത്തെ സ്റ്റഡി യൂണിറ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.